സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്തജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്തജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ ലളിത ജീവിതം, ക്രിസ്തുവിന്റെ ഹൃദയമാർന്ന സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ മനസ്സറിഞ്ഞ ലളിത ജീവിതം, ക്രിസ്തുവിന്റെ ഹൃദയമാർന്ന സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ പ്രതിഫലനമായ ജീവിതം, ക്രിസ്തുവിനു മഹത്വമേകും സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ പ്രതിഫലനമായ ജീവിതം, ക്രിസ്തുവിനു മഹത്വമേകും സാക്ഷ്യജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. നിത്യജീവനേകിടുന്ന സാക്ഷ്യജീവിതം, നിത്യതയിൽ പ്രതിഫലങ്ങളേകും ജീവിതം, നിത്യജീവനേകിടുന്ന സാക്ഷ്യജീവിതം, നിത്യതയിൽ പ്രതിഫലങ്ങളേകും ജീവിതം, സത്യസാക്ഷി വൃന്ദം ചുറ്റും നിൽക്കും ജീവിതം, പാപഭാരമാകെ നീക്കും ധീരജീവിതം, സത്യസാക്ഷി വൃന്ദം ചുറ്റും നിൽക്കും ജീവിതം, പാപഭാരമാകെ നീക്കും ധീരജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. ക്രിസ്തുവിന്റെ തിരുനിണത്താൽ കഴുകും ജീവിതം, ക്രിസ്തുവിന്റെ ഛായ നേടും സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ തിരുനിണത്താൽ കഴുകും ജീവിതം, ക്രിസ്തുവിന്റെ ഛായ നേടും സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ വരവിനായി നോക്കി പാർത്തിടും പ്രത്യാശയേറും ജീവിതമേ സാക്ഷ്യജീവിതം, ക്രിസ്തുവിന്റെ വരവിനായി നോക്കി പാർത്തിടും പ്രത്യാശയേറും ജീവിതമേ സാക്ഷ്യജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്തജീവിതം, സാക്ഷ്യജീവിതം സമാധാന ജീവിതം, സാക്ഷ്യജീവിതം എന്നും ശാന്തജീവിതം, സാക്ഷ്യജീവിതം പരിശുദ്ധ ജീവിതം, സാക്ഷ്യജീവിതം ശുദ്ധ സ്നേഹജീവിതം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ.
40-ാം സങ്കീർത്തനം ആദ്യത്തെ വാക്യങ്ങൾ വായിക്കാം. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. ദൈവത്തിന് സ്തോത്രം. ദാവീദ് ഭയാനകമായ കെടുതിയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് 40-ാമത്തെ സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൽ ദാവീദിൻ്റെ ഹൃദയം നിറഞ്ഞു വരുന്ന നന്ദിയും സ്നേഹവും സന്തോഷവും സമാധാനവും നാം മാറ്റൊലിക്കൊള്ളുന്നത് കേൾക്കുകയാണ്. നാം അതിൽ സന്തോഷിക്കുകയാണ്. നാമും ദൈവത്തെ സ്തുതിക്കുകയാണ്. 32-ാമത്തെ സങ്കീർത്തനത്തിൽ ദാവീദിന് പാപമോചനം കിട്ടിയതിന് ശേഷം ദാവീദ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ലംഘനം ക്ഷമിച്ചു കിട്ടുന്നതാണ് ഭാഗ്യം, പാപം മോചിച്ച് കിട്ടുന്നതാണ് ഭാഗ്യം എന്ന് ദാവീദ് ഹൃദയത്തിൻ്റെ നന്ദിയോടെ അവിടെ പാടുന്നുണ്ട്. ലംഘനം ക്ഷമിക്കുകയും പാപം മോചിച്ച് കിട്ടുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അകൃത്യഭാരങ്ങൾ ചുമലിൽ നിന്ന് മാറുമ്പോൾ, പാപത്തിൻ്റെ വലിയ ഭാണ്ഡക്കെട്ടുകൾ ശിരസിൽ നിന്ന് മാറുമ്പോൾ വലിയൊരു ശാന്തിയാണ്, വലിയൊരു സ്വസ്ഥതയാണ്. ലംഘനം ക്ഷമിച്ചു കിട്ടുന്നു, പാപം മറച്ചു കിട്ടുന്നു. മനുഷ്യൻ്റെ സ്വഭാവത്തിൽ ലയിച്ചു കിടക്കുന്ന പ്രവണതയാണ് പാപം. പാപം മനുഷ്യൻ്റെ രക്തത്തിൽ അലിഞ്ഞു കിടക്കുന്ന സ്വഭാവമാണ്. എന്നാൽ ലംഘനം പാപം മൂലം വരുന്ന പ്രവൃത്തികളാകാം, പാപം മൂലം വരുന്ന വാക്കുകളാകാം, പാപം മൂലം വരുന്ന ചിന്തകളാകാം. ലംഘനങ്ങൾ കർത്താവ് ക്ഷമിച്ചു തരുന്നു. പാപപ്രകൃതി മൂലം, പാപത്തിൻ്റെ സ്വഭാവം മൂലം നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ അരുതാത്തതായ പ്രവൃത്തികൾ, കൊള്ളരുതാത്തതായ വാക്കുകൾ, ഒരിക്കലും പാടില്ലാത്തതായ ചിന്തകൾ, അതെല്ലാം നമ്മുടെ ലംഘനങ്ങൾ. അത് കർത്താവ് ക്ഷമിച്ചു തരുന്നു. എന്നാൽ നമ്മുടെ സ്വഭാവത്തിലെ പാപപ്രവണതയെ കർത്താവ് തൻ്റെ തിരുരക്തത്താൽ മറച്ചു പിടിക്കുകയാണ്. നമ്മുടെ പാപപ്രകൃതിയെ, പാപസ്വഭാവത്തെ, പാപത്തിൻ്റെ നേച്ചറിനെ കർത്താവ് മറച്ചു പിടിക്കുകയാണ്. ലംഘനം ക്ഷമിച്ചു തരുന്നു, പാപം മറച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഒരിക്കൽ പാപമോചനം കിട്ടിയെങ്കിൽ തന്നെയും പിന്നെയും അറിഞ്ഞോ ഒരുപക്ഷെ അറിയാതെയോ ലംഘനങ്ങൾ ജീവിതത്തിൽ വരുന്നത്. പിന്നെയും അതിക്രമങ്ങൾ വരുന്നു. ഇല്ല, ഞാൻ ഇനി കോപിക്കുകയില്ല എന്ന് തീരുമാനിച്ചു. കോപം പാപം മൂലമുണ്ടാകുന്ന ഒരു ലംഘനമാണ്. കോപത്തിൻ്റെ വാക്ക് കോപിച്ച് അലറി, ഗർജിച്ച് അട്ടഹസിച്ച് ഭാര്യയെ തല്ലുന്നു, മക്കളെ ഉപദ്രവിക്കുന്നു, അന്യോന്യം കലഹിക്കുന്നു, അഴുക്കായ കാര്യങ്ങളിലേക്ക് പോകുന്നു. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ നിന്ന് ഉറന്നു വരുന്നതാണ് ലംഘനം. പാപത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ് ലംഘനം. ലംഘനം അത് കർത്താവ് ക്ഷമിച്ചു തരുന്നു. എന്നാൽ ആ പാപം ദൈവം മറച്ചു തരുന്നേ ഉള്ളൂ. അത് നിശേഷം നമ്മുടെ രക്തത്തിൽ നിന്ന് മാറിപ്പോകണമെങ്കിൽ രക്തത്തിൽ തീ കത്തണം. നമ്മുടെ ഓരോരുത്തരുടെയും സിരകളിൽ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി ഒഴുകണം. നമ്മുടെ സിരകളിൽ കൂടി, നമ്മുടെ രക്തധമനികളിൽ കൂടി പരിശുദ്ധാത്മാവിൻ്റെ തീ ഇറങ്ങുമ്പോൾ അപ്പോഴാണ് പാപപ്രവണതകൾ കത്തി ഇല്ലാതാകുന്നത്. അത് കത്തിപ്പോകുന്നു. പ്രിയപ്പെട്ടവരെ, ചില മരങ്ങളുടെ മുട്ടികൾ അത് മുറിച്ച് താഴെ കിടക്കുന്നത്, അവിടെ കിടന്ന് മുളയ്ക്കുന്നത് നാം കണ്ടിട്ടുണ്ടാകും. അത് പച്ചയായതുകൊണ്ടാണ് അത് പിന്നെയും മുളയ്ക്കുന്നത്. എന്നാൽ
അത് ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുളയ്ക്കുന്നില്ല, അത് ഉണങ്ങിക്കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുളയ്ക്കുന്നില്ല, അതിൽ പുതുനാമ്പ് കിളിർക്കുന്നില്ല. പച്ചമുട്ടികൾ ചിലത് പിന്നെയും മുളയ്ക്കും. നമ്മുടെ ജീവിതത്തിൽ പച്ചമുട്ടി പോലത്തെ ചില സ്വഭാവങ്ങൾ, ചില പാപ പ്രകൃതികൾ, പാപ പ്രവണതകൾ പിന്നെയും നിൽക്കുന്നു. അത് വാക്കായി വരണമെന്നില്ല, അത് ചിന്തയായി മുളയ്ക്കണമെന്നില്ല, അത് പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ചെയ്തികളിൽ പ്രകാശിക്കണമെന്നില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിലുള്ളതായ പാപ പ്രകൃതിയിൽ നിന്ന് മുളച്ചു വരുന്നതായ ലംഘനങ്ങൾ അത് നമ്മെ മലിനമാക്കുന്നു. സഹോദരങ്ങളെ, ലംഘനങ്ങൾ ക്ഷമിച്ച് കിട്ടണം, പാപം മറച്ചു കിട്ടണം. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവാകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അകൃത്യമില്ലാഞ്ഞിട്ടല്ല, അതിക്രമങ്ങൾ സംഭവിക്കാത്തത് കൊണ്ടല്ല, ദൈവം അത് അതിക്രമമായി കണക്കിടുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ. മനുഷ്യൻ പാപത്തെ ഓർത്ത് അനുഭവിക്കുമ്പോൾ ദൈവം അവൻ്റെ ജീവിതത്തിലെ പാപങ്ങളെ, അവൻ്റെ ജീവിതത്തിലെ അകൃത്യങ്ങളെ, അവൻ്റെ ജീവിതത്തിലെ അതിക്രമങ്ങളെ, ഇനിക്വിറ്റീസ്, അവൻ്റെ ജീവിതത്തിലെ അതിക്രമങ്ങളെ ദൈവം അത് അതിക്രമമായി കണക്കിടുന്നില്ല. ദൈവം അത് ക്ഷമിച്ചു തരുന്നു, ലംഘനങ്ങൾ പുറത്തു തരുന്നു. നിത്യനായ ദൈവത്തിൻ്റെ സ്നേഹമുള്ളത് കൊണ്ടല്ലേ നാം ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നത്? ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ക്ഷമയുള്ളത് കൊണ്ടല്ലേ നാം ഇന്ന് സമാധാനമായി കഴിയുന്നത്? എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ നമുക്ക് വന്നില്ലേ? നമ്മുടെ വാക്കുകളിൽ പാപം നിഴലിച്ചില്ലേ? നമ്മുടെ ചിന്തകൾ അശുദ്ധമായിരുന്നില്ലേ? എത്രയോ പകയും വിദ്വേഷവും നീരസവും കയ്പും നമ്മുടെ ഹൃദയത്തിൽ കുമിഞ്ഞ് പുകഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം അവയോർത്ത് അനുഭവിക്കുവാൻ ദൈവം നമുക്കൊരു കൃപ തന്നു, നമുക്കൊരു ഭാഗ്യം തന്നു, നമുക്കൊരു നൽവരം തന്നു. പാപത്തെ കണ്ടെത്തുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു, പാപബോധം ലഭിച്ചു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തി പാപത്തെക്കുറിച്ച് ബോധം തരിക എന്നുള്ളതാണ്. പാപബോധം ലഭിക്കുന്നു. യഥാർത്ഥമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണോ പ്രവർത്തിക്കുന്നത് എന്ന് ഒറ്റയ്ക്കൊരു കാര്യം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ നമുക്ക് പാപബോധം കിട്ടും. പാപമാണെന്ന് നാം ധരിക്കാതിരുന്ന കാര്യങ്ങളിൽ പോലും നമുക്കൊരു കുറ്റബോധം കിട്ടും. പ്രിയപ്പെട്ടവരെ, അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ദൈവത്തിൻ്റെ അത്ഭുത സ്നേഹം, ദീർഘക്ഷമയുള്ള സ്നേഹം, ഫർഗെറ്റിംഗ് ആൻഡ് ഫർഗിവിങ് ലവ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ മറക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന സ്നേഹം നമ്മെ തഴുകുകയും നമ്മുടെ ലംഘനങ്ങൾ ക്ഷമിച്ചു തരികയും ചെയ്യുന്നു. പാട്ടുകാരൻ പാടുന്നത് പോലെ എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ ദൈവം ക്ഷമിച്ചു തരുന്നു. ഓരോ ജീവിതങ്ങളിലും, ദൈനംദിന ജീവിതത്തിൽ ഓരോ മനുഷ്യനും എത്രയെത്ര പാപങ്ങളിലാണ് കുടുങ്ങുന്നത്. കരുണയുള്ള കർത്താവ് അതെല്ലാം ക്ഷമിച്ചു തരുന്നു. അതിക്രമങ്ങൾ മോചിച്ചു തരുന്നു, ലംഘനങ്ങൾ ക്ഷമിച്ചു തരുന്നു. അകൃത്യങ്ങൾ അകൃത്യങ്ങളായി കണക്കാക്കാതെ, ഗൗനിക്കാതെ, പരിഗണിക്കാതെ അവയെല്ലാം കർത്താവ് മായ്ച്ചില്ലായ്മ ചെയ്തു തരുന്നു. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവാകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദാവീദ് സന്തോഷത്തോടെ പാപം ക്ഷമിച്ച് കിട്ടി എന്നുള്ള ഉറപ്പ് കിട്ടിയപ്പോൾ ദാവീദ് അങ്ങനെ പാടി. തുടർന്ന് ദാവീദ് ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ദൈവത്തെ പാടി സ്തുതിക്കുകയാണ്. ആഘോഷത്തോടെ സ്തോത്രഗീതങ്ങൾ ആലപിക്കുകയാണ്. ആനന്ദാരവത്തോടെ ദൈവത്തിൻ്റെ മഹത്വ കീർത്തനങ്ങൾ പാടുകയാണ്. എന്താണ് പാടിയത്? 40-ാം സങ്കീർത്തനം. വേദപുസ്തകത്തിലെ സങ്കീർത്തനങ്ങളിൽ നമ്മെ പിടിച്ചു നിർത്തി ചിന്തിപ്പിക്കുകയും ആമഗ്നം ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന എത്രയോ ശ്രേഷ്ഠമായ വാക്യങ്ങളാണ് ഈ 40-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കിട്ടുന്നത്, നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി. എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിൻ്റെ സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. ഇവിടെ നാം വായിക്കുന്നത് എന്താണ്? ആ കീർത്തനത്തിൽ നാം കാണുന്നത് എന്താണ്?
ദാവീദ് പറയുന്നു, ഞാൻ ഒരു കാര്യമേ ചെയ്തുള്ളൂ, എന്നാൽ ദൈവം 6 കാര്യങ്ങൾ ചെയ്തു. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, എന്നാൽ ദൈവം 6 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു, വൻ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നപ്പോൾ ആ ഒരു കാര്യം ചെയ്തപ്പോൾ എന്താണ് ദാവീദ് നിവർത്തിച്ചു കൊണ്ടിരുന്നത്? ദാവീദ് അപ്പോൾ ചെയ്തത്, ദാവീദ് കരഞ്ഞു എന്ന് നാം പിന്നീടാണ് കാണുന്നത്. ദാവീദ് നിലവിളിച്ചു എന്ന് അത് അടുത്ത വാക്യത്തിലാണ് കാണുന്നത്. ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. കാത്തുകാത്തിരിക്കുമ്പോൾ നിലവിളിയാണ്. യഹോവയ്ക്കായി കാത്തുകാത്തിരിക്കുമ്പോൾ അനുതാപത്തിൻ്റെ വിവശതയിലുള്ള കരച്ചിലാണ്. പ്രായശ്ചിത്തം നിർവഹിക്കാൻ മാർഗമില്ലല്ലോ എന്നോർത്ത്, ഇനി തിരുത്താനാവില്ലല്ലോ എന്നോർത്ത്, ഇതിന് പരിഹാരം വരുത്താൻ എനിക്ക് കഴിവില്ലല്ലോ എന്നോർത്ത് സങ്കടഭാരത്തോടെയുള്ള നിലവിളിയാണ്. തെറ്റുകൾ പറ്റിപ്പോയി, ഊരിയാവിനെ കൊലയ്ക്ക് കൊടുത്തുപോയി, ഊരിയാവ് മരിച്ചുപോയി, ബത്ശേബയെ ഭാര്യയായിട്ട് എടുത്തുപോയി, ബത്ശേബയിലുണ്ടായ കുഞ്ഞും മരിച്ചുപോയി. തീർന്നില്ല, ദാവീദ് ഓർത്തോർത്ത് വിലപിക്കുകയാണ്. ഇനിയുണ്ടോ തിരുത്താനൊക്കുന്നു? മരിച്ചുപോയി ഊരിയാവിനെ തിരികെ കൊണ്ടുവരാൻ സാധ്യമല്ലല്ലോ, മരിച്ചുപോയ കുഞ്ഞിനെയും തിരികെ കൊണ്ടുവരാൻ സാധ്യമല്ലല്ലോ. ബത്ശേബയുമായി ചെയ്ത പാപം അതിനി എങ്ങനെ തിരുത്താനാവില്ലല്ലോ. തിരുത്താനാവാത്ത പാപം വന്നുപോയി. ദാവീദ് കരഞ്ഞു, ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവൻ എങ്കലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ പാപബോധം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് തീർച്ചയായും ദൈവത്തിൽ നിന്ന് കൃപ ലഭിക്കും. ഒരു കാര്യം ചെയ്താൽ മതി, പാപത്തെ ഓർത്ത് നിലവിളിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയ്ക്കായി കാത്തുകാത്തിരിക്കുക, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി കാത്തുകാത്തിരിക്കുക. 27-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന വാക്യത്തിൽ ദാവീദ് പറയും, യഹോവയ്ക്ക് വേണ്ടി അല്പം പോലും മടുപ്പില്ലാതെ നിരാശയില്ലാതെ കാത്തിരുന്നാൽ മതിയെന്ന്. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ കഷ്ടം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. പ്രത്യാശ വയ്ക്കാനാണ് പറയുന്നത്, കാത്തിരിക്കാനാണ് പറയുന്നത്. മടുത്തു പോകല്ലേ എന്നാണ് പറയുന്നത്, നിരാശപ്പെടല്ലേ എന്നാണ് പറയുന്നത്, തളർന്നു പോകല്ലേ എന്നാണ് പറയുന്നത്. വന്നതിനെ ഓർത്ത് നിരാശപ്പെട്ട് നിലം കുമ്പിട്ട് വലഞ്ഞു പോകല്ലേ എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ചിലരുടെ എല്ലാം ഹൃദയത്തിൽ ഇപ്പോൾ വേണ്ടായിരുന്നു, അയ്യോ അത് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ഓർമ്മയിലേക്ക് പൊന്തി വരുന്നുണ്ടാകും. ഒരുപക്ഷേ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് താണു പോയതായിരിക്കാം, മറവിയുടെ കയങ്ങളിലേക്ക് താണു പോയതായിരിക്കാം. എന്നാൽ കരുണയുള്ള കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾക്ക് കർത്താവ് ചില കാര്യങ്ങൾ പാപബോധം തരുന്നുണ്ടാകും. നിങ്ങളൊന്നേ ചെയ്യേണ്ടൂ, തളരണ്ട. എനിക്കത് സംഭവിച്ചു പോയല്ലോ എന്നോർത്ത് നിങ്ങളാരും നിരാശപ്പെടേണ്ട. സഹോദരങ്ങളെ, ദൈവം പാപികളിൽ കനിയുന്ന ദൈവമാണ്, അനുതാപികളിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. ആഹ്വാനം ചെയ്യുന്ന പാപികളിൽ കരുണയെയും കൃപയെയും വിലക്കാത്തവനായ ദൈവമാണ്. അങ്ങനെയാണ് പൂർവികന്മാരായ പുണ്യപിതാക്കന്മാർ പാടിയത്. അനുതപിക്കുന്നതായ പാപികളിൽ കൃപയെ വിലക്കാത്തവനാണ് ദൈവം. ആഹ്വാനം ചെയ്യുന്ന പാപികളിൽ, അനുതാപത്തോടെ നിലവിളിക്കുന്ന പാപികളിൽ, അനുതാപത്തോടെ അനുശയ വിവശതയോടെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി കരയുന്ന പാപികളിൽ കൃപയെ വിലക്കാത്തവനാണ് ദൈവം. അങ്ങനെയാണ് പിതാക്കന്മാർ പാടിയത്. നാം അങ്ങനെ പാടും. ആഹ്വാനം ചെയ്യും പാപികളിൽ കൃപയെ വിലക്കാത്തോൻ ദേവാ, ആർദ്രതയാൽ കോപത്തിൻ വടിയും താടനവും നീക്കിയിടണമേ. ആനന്ദൈശ്വര്യങ്ങളെഴും മാസാബ്ദങ്ങളെ നൽകണമേ. സ്ലീവായുടവൻ റൂഷ്മായാൽ വിധ്വംസി യുഗദുഷ്ടനെ നിൻ ആർദ്രതയെ വാഴ്ത്തും ഞങ്ങൾ. ആഹ്വാനം ചെയ്യുന്ന പാപികളിൽ കൃപയെ വിലക്കാത്തവനാണ് ദൈവം. അനുതാപികളുടെ അനുതാപം കാണുന്നവനാണ് ദൈവം. പശ്ചാത്തപിക്കുന്നവരുടെ പശ്ചാത്താപത്തിൽ പ്രസാദിക്കുന്നവനാണ് ദൈവം.
ഹൃദയം നൊന്ത് കരയുന്നവര്, മനസ്സ് നുറുങ്ങി ഏങ്ങലടിക്കുന്നവര്, അവരുടെ അരികിലേക്ക് വരുന്നവനാണ് ദൈവം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. യഹോവയുടെ ഹന്യയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവം തകർന്നു നുറുങ്ങിയതുമായ ഹൃദയത്തിൻ്റെ അരികിലേക്ക് അടുത്തു വന്ന് പ്രാർത്ഥന കേൾക്കുന്നവനാണ്. ദാവീദ് ഒരു കാര്യമേ ചെയ്തുള്ളൂ, ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്ന് നിലവിളിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി കാത്തുകാത്തിരുന്നു. സ്നേഹിതരെ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഹൃദയം ദൈവത്തിങ്കിലേക്ക് ഉയർത്തുവീൻ. ക്രിസ്തുവിൻ്റെ ക്രൂസിലെ സ്നേഹത്തിലേക്ക് നിങ്ങളുടെ ധ്യാന ചിന്തകളെ ഒന്ന് ഉയർത്തുവീൻ. ധ്യാനാത്മകമായി ക്രിസ്തുവിൻ്റെ ആ തിരുമുഖത്തേക്ക് നിങ്ങൾ നോക്കുവീൻ. ക്രൂസിന്മേൽ പീഡയേറ്റ് വലയുന്ന, ക്രൂസിന്മേൽ വേദനയേറ്റ് പിടയുന്ന ആ രക്ഷകനെ നിങ്ങളൊന്ന് കാണുവീൻ. ഒരു കുറ്റവും ചെയ്യാതിരിക്കെ ഒരു പാപം ചെയ്തവനെ പോലെ, കുറ്റവാളിയെ പോലെ കുരിശിൽ 3 ആണികളിൽ തൂങ്ങിയ ക്രിസ്തുവിനെ നിങ്ങളൊന്ന് ഉള്ളം കൊണ്ട് ധ്യാനിപ്പീൻ. നിങ്ങൾക്ക് കാണാം, നിങ്ങളേൽക്കേണ്ട ശിക്ഷ മുഴുവനും ക്രിസ്തു ഏറ്റു എന്ന്, നിങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷ മുഴുവനും ക്രിസ്തു വഹിച്ചു എന്ന്. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ യേശു ക്രിസ്തു ജനിക്കുന്നതിന് 750 കൊല്ലം മുമ്പ് പ്രവചിച്ചതാണ് ആ വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 4-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ദൈവ പൈതലേ, യേശു ക്രിസ്തുവിൻ്റെ അടിപ്പിണരാൽ ക്രിസ്തു നിനക്ക് സൗഖ്യം തന്നിരിക്കുകയാണ്. നീ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നുകൊള്ളുക. ദൈവത്തിൻ്റെ കൃപ നിന്റെ മേൽ വരുവാനായി കാത്തുകാത്തിരുന്നുകൊള്ളുക. അപ്പനോട് യുദ്ധം ചെയ്തവരുണ്ട്, അപ്പനെ ഉപദ്രവിച്ചവരുണ്ട്, അപ്പനെ വേദനിപ്പിച്ചവരുണ്ട്, അമ്മയെ തള്ളി വീഴിച്ചവരുണ്ട്, അമ്മയെ ഉന്തി ഇറക്കി വിട്ടവരുണ്ട്, അമ്മയ്ക്ക് ആഹാരം കൊടുക്കാത്തവരുണ്ട്, അമ്മയൊന്ന് മരിച്ചിരുന്നെങ്കിൽ ആശിക്കുന്നവരുണ്ട്, അപ്പന് കേടുകളും കെടുതികളും വരുത്തിയവരുണ്ട്, അപ്പനോട് അനുസരണക്കേട് കാണിച്ചവരുണ്ട്, പാവം നിസ്സഹായിയും നിരപരാധിയുമായ ഭാര്യയെ കഠിനമായി ഉപദ്രവിച്ചവരുണ്ട്, ആ സാധുവിനെ പീഡിപ്പിച്ചവരുണ്ട്, അവളെക്കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞ് സംശയ വിചാരങ്ങൾ കൊണ്ട് അവളെ വീർപ്പുമുട്ടിക്കുകയും ചെയ്തവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓർക്കൂ, ഭർത്താവിനെ അനുസരിക്കാതെ ഭർത്താവിനോട് തറുതല പറയുകയും ഭർത്താവിനോട് ധിക്കാരമായി പെരുമാറുകയും അന്യ പുരുഷന്റെ അരികിലേക്ക് മോഹവായ്പോടെ പോവുകയും ചെയ്തവരുണ്ട്. സ്നേഹിതരെ, നിങ്ങളോട് പറയട്ടെ, ഇപ്പോൾ നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് നിങ്ങൾ അനുഭവിക്കുമെങ്കിൽ കഴിഞ്ഞതെല്ലാം ക്രിസ്തു മായിച്ചു തരും. മോഷണം ചെയ്തവരുണ്ട്, കവർച്ച ചെയ്തവരുണ്ട്, അന്യനെ ഉപദ്രവിച്ചവരുണ്ട്, പരദൂഷണം പറഞ്ഞവരുണ്ട്, മറ്റുള്ളവരെ വിധിച്ചവരുണ്ട്, ഇല്ലാത്തത് പറഞ്ഞ് പരത്തിയവരുണ്ട്, മറ്റുള്ളവരുടെ പേര് ചീത്തയാക്കിയവരുണ്ട്, മറ്റുള്ളവർക്ക് വരാനുള്ള നന്മകളെ തടുത്തവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ആരുടെയെങ്കിലും പ്രമോഷൻ തടഞ്ഞവരുണ്ട്. അധികാരത്തിൻ്റെ കസർത്തു കൊണ്ടും അധികാരത്തിൻ്റെ പിൻബലം കൊണ്ടും അധികാരത്തിൻ്റെ വീര്യം കൊണ്ടും സാധുക്കളെ ഉപദ്രവിച്ചവരുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കുക, പാപത്തിൻ്റെ ഫലമായ കെടുതികൾ നിങ്ങൾ അനുധാവനം ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ പിടികൂടുന്നതിന് മുൻപ് നിങ്ങൾ പാപത്തെ ഓർത്ത് അനുഭവിച്ചു കൊള്ളുക. ദൈവം പാപം ക്ഷമിച്ചു തരുന്നവനാണ്. ദാവീദിന്റെ കൊടും പാപങ്ങൾ ക്ഷമിച്ചു കൊടുത്ത ദൈവം, ദാവീദിന്റെ കൊടിയ ഭീകരമായ പാപങ്ങൾ പുറത്തു കൊടുത്ത ദൈവം, മകനെ നിന്റെ പാപവും ക്ഷമിക്കാൻ അവിടുന്ന് മനസ്സലിവുള്ളവനാണ്. മകളെ നിന്റെ കൊടും ക്രൂര പാതകങ്ങളും പൊറുക്കാൻ ക്രിസ്തു മനസ്സലിവുള്ളവനാണ്. അവൻ നിനക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചിരിക്കുകയാണ്. പാപമില്ലാത്ത ദൈവപുത്രൻ പാപിയായ മനുഷ്യന്റെ പാപം ഏറ്റുവാങ്ങിക്കൊണ്ട് പാപിയെ പോലെ ക്രൂസിൽ മരിച്ചിരിക്കുകയാണ്. പാപത്തിന്റെ ശമ്പളമായ മരണം പാപമില്ലാത്ത ദൈവപുത്രൻ ഇതാ ക്രൂസിന്മേൽ രുചി നോക്കുകയാണ്. മകനെ, ഇത് നീ കേൾക്കുമ്പോൾ നിന്റെ ഹൃദയം ക്രിസ്തുവിന് നീ വിട്ടുകൊടുക്കുക. ക്രിസ്തുവിനോട് നീ ഒരു വാക്ക് പറയുക, കർത്താവേ, എനിക്ക് നീ പാപബോധം തരുന്നുണ്ട്. തെറ്റുകളേറെ എനിക്ക് വന്നുപോയി, പാതകങ്ങളേറെക്കാലം ഞാൻ ചെയ്തു പോയി. എൻ്റെ ദൈവമേ, അനേകം പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നുപോയി, അനേകം കൊടിയ ക്രൂരതകൾ എൻ്റെ ജീവിതത്തിൽ വന്നുപോയി. ദുഷ്ടഹൃദയത്തോടെ ഞാൻ സംസാരിച്ചു പോയി, ഹീന മനസ്സോടെ ഞാൻ പെരുമാറിപ്പോയി. എൻ്റെ ദൈവമേ, പൈശാചികമായ ആവേശത്തോടെ ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് പോലും ചെയ്തു പോയി. എൻ്റെ കരുണയുള്ള കർത്താവേ, നീ എന്നോട് ക്ഷമിക്കണമേ, നീ എനിക്ക് മാപ്പ് തരണമേ. നിന്റെ തങ്കച്ചോരയാൽ എന്നെ കഴുകണമേ, തിരുരക്തത്താൽ എന്നെ വീണ്ടെടുക്കണമേ. തിരുരക്തത്തിന്റെ അത്ഭുത കൃപ ഇപ്പോൾ എന്നെ വന്ന് സന്ധിക്കണമേ. തിരുരക്തം വന്ന് എന്നെ
പൊതിയണമേ. തിരുരക്തത്തിന്റെ മുദ്ര എന്നിൽ അണിയിക്കണമേ. തിരുരക്തത്തിന്റെ അടയാളം തന്ന് എന്നെ എഴുന്നേൽപ്പിക്കണമേ. നാഥാ പോരാ, എൻ്റെ ശിരസിലേക്ക് ആ തിരുരക്തം ഒരു തുള്ളി ഇപ്പോൾ അവിടുന്ന് പതിപ്പിക്കണമേ, അവിടുന്ന് പൊഴിക്കണമേ. ആ തിരുരക്തം എൻ്റെ ശിരസിലേക്ക്, എൻ്റെ തലച്ചോറിലേക്ക് ഇറങ്ങിയിട്ട് എൻ്റെ ബോധമനസ്സിനെ കഴുകണമേ, എൻ്റെ ഉപബോധ മനസ്സിനെ കഴുകണമേ, എൻ്റെ അബോധതലങ്ങളെയും വിശുദ്ധീകരിക്കണമേ. എൻ്റെ ചിന്താമണ്ഡലം വിശുദ്ധമായി തീരണമേ, എൻ്റെ മനോരാജ്യങ്ങൾ വിശുദ്ധമായി തീരണമേ. ദൈവജനമേ, നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾ നിലവിളിപ്പീൻ. ദാവീദ് നിലവിളിച്ചു, ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നിലവിളി കേൾക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയരെ. അവനെങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. ദാവീദ് നിലവിളിച്ചു, ദാവീദ് അയ്യം വിളിച്ചു, ദാവീദ് അനുദപിച്ചു, ദാവീദ് അരിച്ചതയോടെ കരഞ്ഞു. ദാവീദിന്റെ നിലവിളി കേട്ട ദൈവം ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, മകനെ, ക്രിസ്തു നിന്റെ അരികത്ത് വരുന്നുണ്ട്. മകളെ, നിന്റെ അരികത്ത് ക്രിസ്തു വന്ന് നിൽക്കുന്നുണ്ട്. നീ ഇരിക്കുന്ന ഇരിപ്പിൽ ക്രിസ്തുവിനോടൊരു വാക്ക് നീ പറയൂ. കർത്താവേ, പാതകളേറെ വന്നുപോയി, തെറ്റുകളേറെ സംഭവിച്ചു പോയി, തിരുത്താനാവാത്തത് വന്നുപോയി, ഊരാക്കുരുക്കുകൾ സംഭവിച്ചു പോയി. അഴിക്കും തോറും കുരുക്ക് പിന്നെയും പിന്നെയും വന്ന് വീഴുന്ന ഒട്ടേറെ കുരുക്കുകൾ ഞാൻ അടിമയായി പോയി. എന്നെ രക്ഷിക്കണമേ, എന്നെ വിടുവിക്കണമേ, എനിക്ക് മോചനം തരണമേ, എന്റെ മേൽ നിന്റെ തിരുരക്തം പകരണമേ, എന്റെ ലംഘനങ്ങൾ ക്ഷമിച്ചു തരണമേ, എന്റെ അതിക്രമങ്ങൾ മായിച്ചു തരണമേ, എന്റെ അകൃത്യങ്ങൾ എന്റെ മേൽ കണക്കിടരുതേ. എന്നോട് മനസ്സലിഞ്ഞ് എന്നെ കഴുകി വെടിപ്പാക്കി നിന്റെ രാജ്യത്തിന് എന്നെ യോഗ്യനാക്കി തീർക്കണമേ. നിന്റെ സ്വർഗരാജ്യത്തിന്റെ അവകാശം എനിക്ക് തരണമേ. നിത്യജീവന്റെ അത്ഭുതകരമായ അവകാശം എനിക്ക് തന്ന് എന്നെ ഇപ്പോൾ നിന്റെ തിരുമാറോട് അടക്കി പിടിക്കണമേ. എനിക്ക് വേണ്ടി തുറന്ന തിരുവിലാവിലേക്ക് എന്നെ ചേർത്തണച്ച് എന്നെ നീ തഴുകണമേ, എന്നെ നീ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ അതിമനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ കർത്താവേ, കൃപയുടെ സന്ദേശത്തിനായി സ്തോത്രം. കരുണയുടെ ഉറവിടം ഞങ്ങളുടെ മേൽ തുറന്നതിനായി സ്തോത്രം. കർത്താവേ, സ്വർഗീയ വാഴ്വുകൾ ഞങ്ങളുടെ മേൽ പതിയുന്നതിനായി സ്തോത്രം. ഈ വചനം കേട്ട് എല്ലാവരെയും എൻ്റെ കരുണയുള്ള കർത്താവ് അനുഗ്രഹിക്കണമേ. എൻ്റെ കർത്താവേ, ബന്ധനങ്ങൾ അഴിക്കണമേ കർത്താവേ. പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം കൊടുക്കണമേ കർത്താവേ. ജീവനുള്ള ദൈവമേ, ദുശ്ശീലങ്ങൾ അകറ്റണമേ. നാളുകൾ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും പിന്നെയും കടിച്ചു തൂങ്ങി നിൽക്കുന്നത് പോലെ മുറുകെ പറ്റുന്ന പാപങ്ങളുള്ളവർക്ക് പാപങ്ങൾ മാറ്റിക്കൊടുക്കണമേ കർത്താവേ. ബന്ധനങ്ങൾ അഴിച്ചു കൊടുക്കണമേ എൻ്റെ കരുണയുള്ള കർത്താവേ. സ്വഭാവികളായി ശോഭനമായി ഭാവി നേടുവാൻ എല്ലാവരെയും ഒരുക്കണമേ കർത്താവേ. രോഗികളെ സൗഖ്യമാക്കണമേ കരുണയുള്ള കർത്താവേ. ശാപങ്ങൾ മാറ്റണമേ, സമാധാനം പകരണമേ, എല്ലാവരുടെ മേലും നിന്റെ കൃപ പകരണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ, കുടുംബ സമാധാനം നൽകണമേ. യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമീൻ.